അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ, ഈ കേസ് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിക്കുന്നു? ബുധനാഴ്ചയാണ് മുൻകൂർ ജാമ്യ ഹർജി കേൾക്കുന്നത്. ഇന്ന് പുതിയ ചില തെളിവുകൾ കൂടി ഹർജിക്കാരന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഒരു സീൽഡ് കവറിലാണ്. അഭിഭാഷകരിൽ നിന്ന് മനസ്സിലാവുന്നത് ഈ ബന്ധം കൺസെൻഷ്വൽ ആയിരുന്നു എന്ന് തെളിയിക്കാൻ ഉള്ള തെളിവുകളും ഒപ്പം പരാതിയിൽ ഒരു തരത്തിലുള്ള പുഷ് ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പരാതി കൊടുക്കാൻ പ്രേരിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ യുവതി എന്ന് വ്യക്തമാക്കുന്ന അല്ലെങ്കിൽ അന്ന് ആരോപിക്കുന്ന കാര്യങ്ങളുമാണ് കൊടുത്തിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസിൽ മുൻകൂർ ജാമ്യത്തിന് എത്രമാത്രം സാധ്യതയുണ്ട്? ഈ കേസിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിലിൻ്റെ ഒരു ഘടകം അവർ വാദിക്കുന്നത് കൺസെൻഷ്വൽ സെക്സ് എന്നുള്ള നിലയ്ക്കാണ് അവർ വാദിക്കുന്നത്. ഈ കൺസെൻഷ്വൽ സെക്സ് പറയുമ്പോൾ തന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ദേ ഹാവ് അഡ്മിറ്റഡ് ദാറ്റ് ദർ വാസ് ഒരു സെക്ഷൽ ഇൻ്റർകോഴ്സ് ഉണ്ടായിരുന്നു എന്നുള്ളത് അഡ്മിറ്റ് ചെയ്ത് തന്നെയാണ് അവർ വാദിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ബർഡൻ കംസ് ഡൗൺ ടു ദി പേഴ്സൺ ഹു സേസ് ദർ ഈസ് കൺസെൻറ്റ് എന്നുള്ളത് വരുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കണം അദ്ദേഹത്തിൻ്റെ തെളിവുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് കോർട്ടിൽ ഇന്ന് ഹാജരാക്കിയിട്ടുണ്ടാവും. ഇത് സീൽഡ് കവർ എന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രൈവസി വയലേറ്റ് ചെയ്യാതെ ഇരിക്കപ്പെടാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി മാൻഡേറ്റ് അനുസരിച്ചിട്ടാണ് എല്ലാ ഡോക്യുമെൻസും ആൾക്കാരുടെ പേരുകളോ അല്ലെങ്കിൽ അതിവരുടെ ട്രാൻസാക്ഷൻസോ ഒന്നും വെളിവാകാതിരിക്കാൻ വേണ്ടി ഒരു റൈറ്റ് ടു പ്രൈവസി അഫക്റ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് സീൽഡ് കവർ എന്നുള്ള കൺസെപ്റ്റിലേക്ക് പോകുന്നത്. അതാണിപ്പോൾ എല്ലാ കോടതികളും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ കോടതിക്കാണ് അത് കാണാൻ പറ്റുള്ളൂ. കോടതിയിൽ നിന്നോ അല്ലെങ്കിൽ വേറൊരു ഓപ്പോസിറ്റ് പാർട്ടീസിൽ നിന്നോ അത് പോകരുത് എന്നുള്ളത് കണക്കാക്കി തന്നെയാണ് അങ്ങനെ വരുന്നത്. ഇന്നത്തെ ചോദ്യം എന്നോട് ചോദിച്ചത് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കിട്ടാനുള്ള സാധ്യതകളാണ്. ഒഫൻസ് നിന്നിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ വേണമെങ്കിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുക്കാം, ഒന്നാമത്തത്. രണ്ടാമത്തെ പ്രശ്നം, അദ്ദേഹം ഫേസ് ചെയ്യുന്ന പ്രശ്നം എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒറ്റ കേസ് മാത്രമാണോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസീസ് ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നതോ അതോ ഇതേപോലെ വേറെ കേസുകളുണ്ടോ, അതിലേക്കെല്ലാം ഇൻവെസ്റ്റിഗേഷൻ പോകാനുള്ള സാധ്യതകളുണ്ടോ, ഇനി ഈ മെറ്റീരിയൽസ് സഫീഷ്യൻ്റ് ആണോ, ഈ കൊടുത്തിരിക്കുന്ന മെറ്റീരിയൽസ് ടാമ്പർ പ്രൂഫ് ആണോ, ആ മെറ്റീരിയൽസ് കറക്റ്റായിട്ടുള്ളതാണോ, ഇതെല്ലാം അന്വേഷിക്കണം എന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അവൈലബിലിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ഏത് മെറ്റീരിയലിൽ നിന്നാണ് ഇദ്ദേഹത്തിന് അത് കിട്ടിയിരിക്കുന്നത് എന്നുള്ളതെല്ലാം നോക്കേണ്ടി വരും. ഒരു പ്രശ്നം പ്രോസിക്യൂഷൻ ഫേസ് ചെയ്യാൻ സാധ്യതയുള്ളത് അതാണ് അവർ ഹൈലൈറ്റ് ചെയ്യുന്നതും. ഡിലേ വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു കംപ്ലൈൻറ്റിന് ഡിലേ ഉണ്ട്. ആ വന്നിരിക്കുന്ന സമയം ഒരു പൊളിറ്റിക്കൽ മോട്ടീവ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാമാണ് അവർ പറയുന്ന കാര്യം. എന്നിരുന്നാൽ കൂടി ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡി വേണ്ടിയിരുന്ന കാര്യം ഇൻവെസ്റ്റിഗേഷൻ ഒന്ന്. രണ്ടാമത് വിറ്റ്നസസിനെ സ്വാധീനിക്കാൻ ശ്രമിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അദ്ദേഹത്തിൻ്റെ മാറ്റി നിർത്തപ്പെടേണ്ട സാഹചര്യം ഉണ്ടോ എന്നുള്ളത് കോടതി കണക്കാക്കേണ്ടി വരും. അത് അൺഫോർച്ചുനേറ്റ്ലി ഈ കേസിലെ പ്രതിക്ക്, അതായത് പെറ്റീഷണറിന് അനുകൂലമല്ല. അങ്ങനെയാണ് അവരുടെ അലിഗേഷൻ വന്നിരിക്കുന്നത്. അതുകൂടി നോക്കുമ്പോൾ ചിലപ്പോൾ കോടതികൾ ഇത് കാണാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓരോരുത്തരുടെ ക്യാരക്ടറും കണ്ടക്ടറും, അത് പ്രയർ ടു ദി ഇൻസിഡൻ്റ് ഉള്ള കണ്ടക്റ്റും സബ്സിക്വൻറ്റ് ടു ദി ഇൻസിഡൻ്റ് ഉള്ള കണ്ടക്റ്റും അദ്ദേഹത്തിന് എത്രത്തോളം ഈ വിറ്റ്നസസിനെ സ്വാധീനിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്, ഏതൊക്കെ പാരഫെർനലിയസോ ഏതൊക്കെ മിഷനറീസോ വച്ചിട്ട് സ്വാധീനിക്കാൻ പറ്റും, ഇതെല്ലാം നോക്കാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ടഫ് കേസാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ഡിലേ ഉള്ളത് പലപ്പോഴും സുപ്രീം കോടതി ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് മിസ്യൂസ് ചെയ്യേണ്ട ഒരു സെക്ഷൻ അല്ല, മിസ്യൂസ് ചെയ്യപ്പെടാതെ നോക്കേണ്ടി വരും. പക്ഷേ നമ്മുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ എത്ര കേസിലുണ്ട് ഡിഫൻസിന് വേണ്ടിയിട്ട് ഒഫൻസ് നിൽക്കില്ല എന്ന് വാദിക്കുമ്പോൾ പോലും എത്ര പേര് ഇത് തുറന്നു പറയാൻ ഇങ്ങനെ ഇഷ്യൂസ് വരാനും അത് തുറന്നു പറയാനുമുള്ള സാഹചര്യങ്ങളുണ്ട്. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കംപ്ലൈൻറ്റ് വരുന്ന സാഹചര്യത്തിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ഹരാസ് ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കാണുന്നുണ്ട്. ഇദ്ദേഹം നേരിട്ടായിരിക്കും, ഞാൻ പറയുന്നില്ല ഇദ്ദേഹം ചെയ്തതാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഫാൻ ഫോളോയിങ് എന്ന് പറയുന്ന ആൾക്കാർ കണ്ടമാനം ഹരാസ് ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ സാഹചര്യങ്ങളിൽ ഓരോ കാര്യങ്ങളും പറയുന്നത് ഇവരുടെ പ്രൈവസിയിലേക്ക് ഹനിക്കുന്ന രീതിയിലേക്ക് പോകുന്ന
ഇന്നുണ്ടായിട്ടുള്ള ഒരു കാര്യം, പരാതിക്കാരിയുടെ വിവാഹ ഫോട്ടോ വ്യാപകമായി ഫേസ്ബുക്കിൽ നിന്ന് എടുത്ത് ഷെയർ ചെയ്യപ്പെട്ടു. വ്യാപകമായി ഈ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന വിധത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പരാതിക്കാരി വലിയ മാനസിക സമ്മർദ്ദത്തിൽ, ഓൾറെഡി ട്രോമയിലായിരുന്നു, അത് കൂടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒപ്പം വിവിധ മാധ്യമങ്ങളിലൂടെ, ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ, യൂട്യൂബ് ചാനലുകളിലൂടെ, പേജുകളിലൂടെ ഒക്കെ നടത്തുന്ന അതിഭീകരമായ ക്യാരക്ടർ അസാസിനേഷൻ, ഇതെല്ലാം ആ പരാതിക്കാരി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പരാതി കൊടുത്തു എന്ന ഒറ്റപ്പേരിൽ ഇത്രമേൽ ഹരാസ് ചെയ്യപ്പെടുന്നു എന്ന സാഹചര്യം കോടതിയിൽ ഹൈലൈറ്റ് ചെയ്യപ്പെടുമോ? അങ്ങനെ ചെയ്യപ്പെട്ടാൽ അതിന്റെ ലീഗൽ ഇംപ്ലിക്കേഷൻസ് എന്താണ്? ഉറപ്പായിട്ടും അത് ഹൈലൈറ്റ് ചെയ്യപ്പെടും. അത് നോക്കുമ്പോഴത്തേക്കും ആരാണത് ചെയ്തത് എന്നുള്ളത് ഇമ്പോർട്ടൻറ്റ് കാര്യമായിരിക്കും. ഏത് രീതിയിലാണ്, ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് അത് വരാനുള്ള സാധ്യതകളുണ്ടായി, ആരാണ് ഇത് മിസ്യൂസ് ചെയ്തത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും ഫസ്റ്റ് വരേണ്ട സാഹചര്യം ഈ പെറ്റീഷണറിന് അഗൻസ്റ്റ് ആയിട്ട്, അതായത് അക്യൂസിന് അഗൻസ്റ്റ് ആയിട്ടുള്ള സാധ്യതകളാണ്. അതിൻ്റെ യൂസ് വരുന്നത് അക്യൂസിനായത് കൊണ്ടിട്ട് അദ്ദേഹത്തിന് എതിരെയാണ് പോകാനുള്ള സാധ്യതകളുള്ളൂ. എന്നിരുന്നാൽ കൂടി അക്യൂസിന് കാണിച്ചു കൊടുക്കാൻ പറ്റും കോടതിയിൽ, ഇദ്ദേഹത്തിൻ്റെ ഡിഫൻസിനെ പൊളിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വിഭാഗം ആൾക്കാരാണ് ഇത് ചെയ്യുന്നത് എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയാൽ, അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടെങ്കിൽ അവരതിലേക്കൊക്കെ പോകുമെന്ന് എനിക്കറിയില്ല. കാരണം പലപ്പോഴും പല അഡ്മിഷൻസും ബെയിൽ ആപ്ലിക്കേഷൻസിൽ തന്നെ കണ്ടുകൊണ്ടിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെയുള്ള എഴുതി കൊടുത്ത സാഹചര്യങ്ങളിൽ ഇതിനു മുമ്പും ഉള്ള ഇദ്ദേഹത്തിൻ്റെ, അങ്ങനെ വരുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഇതിനു മുമ്പുള്ള ആറ്റിറ്റ്യൂഡും നമ്മൾ കാണേണ്ടി വരുന്നത്. അദ്ദേഹം ഏത് രീതിയിലാണ് ഈ ഇഷ്യൂവിനെ അപ്രോച്ച് ചെയ്തത്, ആ ഇഷ്യൂവിനെ കംപ്ലൈൻറ്റ് വരുന്നതിന് മുമ്പ് പേഴ്സണിനെ ഡീൽ ചെയ്തത്, അത് ഈ ഇൻഡിവിജ്വലിനെ ഡീൽ ചെയ്തത് എങ്ങനെയാണ്, അതിനുശേഷം ഇപ്പോൾ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. ഡിഫൻസിനെ പൊളിക്കാൻ വേണ്ടിയിട്ട് ഇതൊരു മാസ് അറ്റാക്ക് ആയിട്ട് ഒരു കോർണർ ചെയ്യുന്ന രീതിയിലേക്ക് വരികയാണോ എന്നുള്ളതും കോടതിയിൽ കാണിച്ചു കൊടുക്കാനുള്ളൊരു സാഹചര്യം അക്യൂസിന് ഉണ്ടായാൽ ചിലപ്പോൾ അത് അദ്ദേഹത്തിന് ദോഷത്തെക്കാട്ടിലേറെ ഗുണം ചെയ്യാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാവും. പക്ഷേ ഇപ്പോൾ നമുക്ക് നോക്കാൻ പറ്റുന്നത്, ഞാൻ കൂടുതൽ ഇതിലേക്ക് നമുക്ക് കോടതിയാണ് നോക്കേണ്ടത്, അതുകൊണ്ട് അതിലേക്ക് എനിക്ക് ഇദ്ദേഹത്തിന്റെ കോണ്ടക്ട് വാസ് നോട്ട് വെരി വെൽക്കമിങ്. യെസ്, അത് ഒരു ഘടകമായേക്കാം. അക്യൂസ്ഡിനെ അനുകൂലിക്കുന്ന ആളുകളാണ് വ്യാപകമായ വിധത്തിൽ ക്യാരക്ടർ അസാസിനേഷൻ, ഈ പരാതിക്കാരിയുടെ ക്യാരക്ടർ അസാസിനേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇത് കേൾക്കുന്ന ആളുകൾ അക്കാര്യത്തിൽ ഒരു ബോധം കാണിച്ചാൽ കൊള്ളാം എന്നുള്ളതേ പറയാനുള്ളൂ.